കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ വിപരീതമായി ഇന്നൊരു കാര്യം പ്രധാനമായും ജില്ലാ ഭരണകൂടവും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഒക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ കാണുന്നത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളാണ്. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഈ മേഖലയിൽ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് എങ്ങോട്ട് പോകാൻ കഴിയൂ. നമുക്ക് ജില്ലാ കളക്ടറോട് കൂടി ഒന്ന് ചോദിക്കാം. മാഡം, ഇന്ന് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചാൽ മാത്രമല്ലേ അങ്ങോട്ട് കടക്കാൻ കഴിയൂ? അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? നമുക്ക് എണ്ണം മനസ്സിലാവുന്നില്ല, എത്ര ആൾക്കാർ എങ്ങോട്ട് പോകുന്നുണ്ട്, ഏതിനു വേണ്ടിയാ പോകുന്നത്, അത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ കുറച്ച് ആൾക്കാർ വളരെ നന്നായിട്ട് ആത്മാർത്ഥത കൂടി നമുക്ക് വർക്ക് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ വെറുതെ അങ്ങോട്ട് കിടക്കുന്ന ആൾക്കാരും ഉണ്ട്. അതല്ലാതെ ഭക്ഷണത്തിൻ്റെ എത്ര ഭക്ഷണം വേണ്ടി വരും നമുക്ക് അതിൻ്റെ ഒരു എണ്ണം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇന്നലെ റെസ്ക്യൂ ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ഉണ്ടാവാൻ പാടില്ല ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ആരൊക്കെ പോകുന്നുണ്ടോ അവർ കൃത്യമായിട്ട് തിരിച്ചു വരുന്നുണ്ടോ അതും കൂടി നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് വിടുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ആരൊക്കെയാണെന്നുള്ളൊരു വ്യക്തത കഴിഞ്ഞ ദിവസം വരെ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നു മുതൽ അത്തരത്തിലൊരു വ്യക്തത വരുത്തണമെന്ന് തന്നെയല്ലേ? അല്ല, ഇന്നലെ മുതലും നമുക്ക് ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ആരൊക്കെ എവിടെ നിന്നും വരുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിട്ടത്. പക്ഷേ എന്തായാലും ഇന്ന് കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള എണ്ണം എടുക്കുന്നുണ്ട്. എങ്ങനെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് അങ്ങ് കരുതുന്നത്? ഈ ഒരു ഘട്ടത്തിൽ വളരെ നല്ല രീതിയിലേ പോകുന്നുണ്ട്. എല്ലാം വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള അതേ പ്ലാൻ ഡിപ്ലോയ്മെന്റ് ആണ് നമ്മൾ ഡെയിലി ചെയ്യുന്നത്. സോ വളരെ രീതിയിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നലെ ഈ ഭാഗത്തിൽ നിന്നും ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ മലപ്പുറം ഭാഗത്തിൽ നിന്നും 4 ഫുൾ ബോഡിയും കുറച്ച് ബോഡി പാർട്സും കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇന്ന ശക്തമായിട്ടുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. പാറക്കെട്ടാണ് ഭൂരിപക്ഷവും ഉള്ളിലൊക്കെ ഉള്ളത്. അതിന്റെ അടിയിലൊക്കെ മനുഷ്യ ശരീരം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ഈ ഐബോർഡ് ഡ്രോൺ അടക്കമുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന അതെങ്ങനെ പ്രായോഗികമാകുമോ എന്ന് തോന്നുന്നുണ്ടോ? റഡാർ ഉണ്ട്. നമ്മൾ നോക്കാം, ട്രൈ ചെയ്യാം. എന്തൊക്കെ ഉണ്ടോ നമുക്ക് അതൊക്കെ എല്ലാം ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്തിട്ട് നോക്കാം. എവിടെയെങ്കിലും ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് ഔട്ട് ഇറ്റ് ഈസ്. മാഡം, ഈ കാണാതായ ആളുകളുടെ കണക്ക്, അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേർ ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അവരൊരു കണക്ക് നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാണാതായ ആൾക്കാരുടെ ഡേറ്റ എടുക്കാൻ ഇന്നലെ ഫുള്ള് മേപ്പാടി പഞ്ചായത്തിലെ ഒരു നല്ല ഡിസ്കഷൻ ലോക്കലായിട്ടുള്ള ആൾക്കാരിനെ കൂടെ നമുക്ക് ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഡീറ്റെയിൽസും പിന്നെ ഓരോരോ ആളിനും നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് വീണ്ടും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളടുത്ത ഉള്ള അൺഐഡന്റിഫൈഡ് ബോഡീസിന്റെ കൃത്യമായിട്ടുള്ള കണക്കും വിവരങ്ങളും അവർക്ക് കൊടുത്തിട്ട് അവർക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു വളരെ നല്ല ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഭാഗത്ത് ഞാൻ എടുത്തു ചോദിക്കുന്നത് ഈ മൈഗ്രന്റ് ലേബേഴ്സിന്റെ ഒരു കണക്ക് നമ്മുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. അവരും ഒരുപാട് പേർ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ്സ് വാട്ട്. നിങ്ങൾ എക്സാക്ട് കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര ഈസി അല്ല കൊടുക്കുന്നത്. ബിക്കോസ് ഇത് ഒരു വലിയ പ്രദേശമാണ് നിങ്ങൾ കാണുന്നത്. സോ വി ആർ ഡൂയിങ് ഇറ്റ്. സോ നമ്മൾ ഹോപ്പ്ഫുള്ളി വെരി ഫാസ്റ്റ് വിൽ ബി ഏബിൾ ടു പബ്ലിഷ്. മാഡം, താങ്ക് യു. തീർച്ചയായും മേഘശ്രീ മാഡമാണ് നമ്മോട് സംസാരിച്ചത്. കളക്ടറാണ് സംസാരിച്ചത്. അവർ പറയുന്ന അവരുടെ വാക്കുകളിൽ തന്നെ ഉണ്ട് സ്കൈം. അതായത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. കഴിഞ്ഞ ദിവസം സൂചിപ്പാറയിലടക്കം രക്ഷാപ്രവർത്തകർക്ക് ചില രക്ഷാപ്രവർത്തകരെ രക്ഷിക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ചില ആളുകൾ ഈ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇതൊരു ഡിസാസ്റ്റർ ടൂറിസം എന്ന തരത്തിലേക്കൊക്കെ വരുന്നുണ്ട് എന്ന് കൃത്യമായ വിവരം സർക്കാരിനുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്ന് മുതൽ രജിസ്ട്രേഷന്റെ ഒരു നടപടിക്രമം പൂർത്തിയാക്കി ഏത് സംഘടനയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന കൃത്യമായ വിവരം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് കടത്തിവിടുകയുള്ളൂ എന്ന കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഐ ജി കെ സേതുരാമൻ അല്പസമയം മുൻപ് ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം വിലയിരുത്തി മടങ്ങി. ജില്ലാ കളക്ടർ ഇവിടെ തന്നെ തുടരുകയാണ്. രാവിലെ 6 മണി മുതൽ അവർ ഇവിടെ തന്നെ തുടരുകയാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സംവിധാനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി. ശ്രീകുമാരാണ് നമുക്കൊപ്പം